അമ്മ ഇന്ന് എന്താ കറി ഉണ്ടാക്കണത്? ഇന്നൊരു പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. അതെ, അപ്പൊ നോക്കാം. അപ്പൊ റെസിപ്പി അതിന്റെ മെയിൻ ആയിട്ടുള്ള സാധനം ചിക്കൻ, പെപ്പറാണ്. പെപ്പർ. ചിക്കൻ വേണല്ലോ. ചിക്കൻ ഒന്നുമില്ല, പെപ്പറാണ് മെയിൻ ആയിട്ടുള്ള സാധനം. അതിന്റെ ആവശ്യം ഇതൊക്കെ സാധനങ്ങൾ വേണം നോക്കാം. 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് രണ്ട് ചെറിയൊരു സവാള, ഒരു ചെറിയ 2 തക്കാളി, പിന്നെ 2 പച്ചമുളക്, വേപ്പില. പിന്നെ പൊടികൾ എന്ന് പറയുന്നത് 2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് പെരിഞ്ചീരപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്ര സംഭവം മതി. ഓക്കെ, അപ്പൊ അമ്മ ഉണ്ടാക്കി. വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് സവാള ചൂടാണ്ടോ? അതിന്റെ സവാള ഇട്ടില്ല. ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. 2 പച്ചമുളകും ഇടും. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി വരണം. ഒന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് പൊടി ഒന്ന് നമ്മൾ ഇടുക. അപ്പൊ നന്നായി ഒന്ന് വരണ്ട് വരും. വരണം നോക്കാം. ഒരുവിധം ഒന്ന് വരണം. നന്നായിട്ടൊന്ന് ഉപ്പ് വരണം. നമുക്ക് അതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കണം, ഞാനല്ല. ഒരു സംഭവം കൂടി കിട്ടാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു 2 സ്പൂൺ വേണം കേട്ടോ. അത് മാത്രമല്ല, ജസ്റ്റ് വിട്ടു പോയിട്ടാണ്. അതിലുണ്ട്. അപ്പൊ ഏകദേശം ആയിട്ടുണ്ടല്ലേ? സവാളൊക്കെ ഒന്ന് വരണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യാം. ഇനി ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നു. ഇനി ഇതിലേക്ക് എന്താ ആഡ് ചെയ്യേണ്ടത്? ഇനി പച്ചമണമൊക്കെ മാറി ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞത് ആഡ് ചെയ്യാൻ പോകാം. അവിടെ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ പൊടികളൊക്കെ ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട്. അത്യാവശ്യം പാകമായി വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? എനിക്ക് നമുക്ക് തക്കാളി ചേർക്കാം. സിമ്പിൾ ആണ് ഇപ്പൊ ചെയ്യാൻ. മിക്സ് ഇറ്റ് വെൽ. തക്കാളി ഇട്ട് അതൊന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താ ചിക്കൻ ആഡ് ചെയ്യാല്ലേ? ഇനി ചിക്കൻ നമുക്ക് ആഡ് ചെയ്യാം. നല്ലോണം മിക്സ് ആക്കുക. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. ഇപ്പൊ അത് നമ്മൾ ആഡ് ചെയ്തേക്കാണ് എനിക്ക്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളമൊക്കെ ഇടുക. ഇനി ഇതിൽ വെള്ളം ചേർക്കില്ല, മൂടി വെച്ച് വേവിക്കുക. അത്ര ചെയ്യുമ്പോഴുള്ളൂ അല്ലേ? ഈ കുറച്ച് കഴിയുമ്പോ വെള്ളം ഇങ്ങനെ ചിക്കനിൽ നിന്ന് വെള്ളം വരും. അപ്പൊ അതിൽ കിടന്ന് ഇങ്ങനെ വെന്ത് റോസ്റ്റ് ആക്കി എടുക്കണം. വെക്കണത് വെള്ളം ഒഴിക്കാണ്ട് വെക്കുന്നില്ല. കുറച്ച് നേരം വെച്ച് മൂടി വരണം. ഒരു 20 മിനിറ്റ് അത്രയ്ക്ക് വേണ്ടി വരും. വെള്ളം ഒഴിക്കണില്ല. തുറന്നു നോക്കാം. അത് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നോണെങ്കിൽ ഞാൻ ഇതിൽ കിടന്ന് ഇങ്ങനെ വെന്ത് നല്ല റോസ്റ്റ് ആയി എടുക്കണം. വെന്തുണ്ടാക്കിപ്പോ ആ വെള്ളം ചിക്കനിൽ ഇറങ്ങി വന്നു. ആ വെള്ളം ഇതില്ലേ, അല്ലാണ്ട് വേറെ നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ടില്ല. ആ വെള്ളം ഇറങ്ങി വന്നതാണ്. അപ്പൊ ഒരു 15 മിനിറ്റിന് ശേഷം നോക്കിയ ചിക്കൻ കറി നന്നായിട്ട് വറ്റി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ആയിട്ടുണ്ട് നന്നായിട്ട്. അത് നമ്മൾ ഈ ഒട്ടും തന്നെ
വെള്ളം ആഡ് ചെയ്യണില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം നല്ല സമയം എടുത്തിട്ടുണ്ട്. അതായത് 15 മിനിറ്റ് 20 മിനിറ്റോളം വെച്ചോളൂ കേട്ടോ. ഇത് നല്ല ചോറാ ചപ്പാത്തി എന്തെങ്കിലും കൂട്ടി കഴിക്കാം, സൂപ്പറായിരിക്കും. നീ ഓഫ് ആക്കാല്ലേ? അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ആക്കാൻ പോവാണ്. അത്രയും മതി. നമ്മുടെ പെപ്പർ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയണം കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോട്ടെ. അപ്പൊ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് എന്തെങ്കിലും ആഡ് ചെയ്യാം.